ഹലോ ചങ്ങായിമാരെ, ഇന്ന് നമ്മളൊരു പോളികാർബൺ ഷീറ്റിൻ്റെ വർക്ക്, ഒരു കോട്ടയാടിൻ്റെ മേലെ പോളികാർബൺ ഷീറ്റ് ഇതുപോലെ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് ചെറിയൊരു ഏരിയ ഉള്ളൂ. അവിടെ ഒരു കോട്ടയാട് പോലെ ഗ്രിൽസൊക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ മേലെ ടോപ്പിൽ പോളികാർബണിൻ്റെ ഷീറ്റ് ഇടണം. വേറെ പ്രത്യേകിച്ച് വലിയൊരു ഏരിയ ഒന്നുമില്ല, ചെറിയൊരു ഏരിയ. കോട്ടയാടിൻ്റെ പുറത്ത് ഗ്രില്ലുണ്ടെങ്കിൽ ഉൾവശത്ത് ഗ്ലാസ്സൊക്കെ ചെയ്ത ഏരിയ ആണ്. അപ്പം ഡൈനിങ് ഹാളിൽ നിന്ന് കറക്റ്റ് കാണുന്നൊരു വ്യൂ ഉള്ള ഒരു ഏരിയയാണ്. നല്ലോണം വ്യൂ ഉള്ളതാണ്. ഉള്ളിൽ നിന്ന് പുറമേ നിന്നുള്ള വ്യൂവിനെക്കാട്ടും കൂടുതൽ ഉള്ളിൽ നിന്ന് നല്ല ഒരു വ്യൂ ഉള്ള ഏരിയയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഗ്രിൽസാണ് അടിച്ചിരിക്കുന്നത്. 1.5 ഫ്രെയിമും മുക്കാലിൻ്റെ കൊത്ത് പൈപ്പുമാണ് അടിച്ചിരിക്കുന്നത്. അതിന് കുറച്ച് ക്രോസ് പൈപ്പും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തപ്പോൾ പിന്നെ അവിടെ തന്നെ ഒരു ചെറിയ ഡോറും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ പുറത്തോട്ട് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യേണ്ട ഒരു ചെറിയൊരു ഏരിയ, അതായത് വലിയ വൃത്തികേടില്ലാത്ത രീതിയിൽ പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ചെറിയൊരു ഡോറും കൂടി അതിനകത്ത് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ ഹെവി ആയിട്ട് തോന്നിക്കാതിരിക്കാൻ വേണ്ടി ടോപ്പിൽ നമ്മൾ വലിയ വലിപ്പത്തിലുള്ള ഫ്രെയിമൊന്നുമല്ല അടിക്കുന്നത്. കാരണം നല്ല ഭയങ്കര ഹെവി ആയിട്ട് തോന്നിക്കില്ല, അങ്ങനെ തോന്നണ്ടെന്നുള്ളതാണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലെ ഗ്രിൽസിൻ്റെ എല്ലാം പണി ഏകദേശം കഴിഞ്ഞു, ഫ്രെയിമിൻ്റെ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ പ്രൈമറെല്ലാം അടിച്ചിട്ടാണ് പൈപ്പ് കയറ്റിയത്. പിന്നെ അത് കഴിഞ്ഞ് ടച്ച് ചെയ്യാനെല്ലാം ഉണ്ട്. രണ്ടാമത് വെൽഡിംഗ് എല്ലാം തീർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൈപ്പിന് ഫുള്ള് ടച്ചപ്പും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തി വെച്ചിട്ട് പോവുകയാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഡോറിന് കണ്ടില്ല, ഡോറും എല്ലാം അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലൊരു ചെറിയ ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ ഡിസൈനിൽ തന്നെ ഒരു എക്സ്ട്രാ ഒരു വിചാരി വെക്കേണ്ടതുണ്ട്, ഹിഞ്ചസ് വെക്കേണ്ട ഒരു പൈപ്പിൻ്റെ കനം എന്തായാലും കാണാതിരിക്കുമല്ലോ. ആ ഒരു സംഭവം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്ത് വെച്ചിട്ട് എല്ലാം പ്രൈമറെല്ലാം അടിച്ച് ഫുള്ള് ഫില്ലാക്കിയിട്ട് നമ്മൾ പോയി. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫുള്ള് വൈറ്റ് പെയിൻ്റ് അടിക്കാമെന്നാണ് പറയുന്നത്. ഫുള്ള് ഫ്രെയിമിനും കുത്തിനും ഫ്രെയിമിനെല്ലാം ഫുള്ള് വൈറ്റ് പെയിൻ്റ് അടിക്കാണ്ട് ആ ഒരു പെയിൻറ്റിങ്ങാരെ കൊണ്ട് ഫുള്ള് പെയിൻ്റെല്ലാം അടിച്ച് വൈറ്റ് പെയിൻ്റെല്ലാം അടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഷീറ്റാണെങ്കിൽ തന്നെ പോളികാർബണിൻ്റെ ക്രിസ്റ്റൽ വൈറ്റ് ക്രിസ്റ്റലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ടൈപ്പിലുള്ള ഷീറ്റ് ഇട്ട് ഷീറ്റിൻ്റെ പണിയാണ് ഏകദേശം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫീഡിങ് എല്ലാം വെച്ച് പിന്നെ അലുമിനിയം ചാനലെല്ലാം വെച്ചിട്ട് നമ്മൾ സ്ക്രൂ എല്ലാം അടിച്ചിട്ടുണ്ട്. സ്ക്രൂ അടിച്ചതിന് സിലിക്കോണെല്ലാം ഇട്ട് പിന്നെ റബ്ബർ ബീഡിങ്ങും കൂടി ഇട്ടാൽ മതി. റബ്ബർ ബീഡിങ് ഏകദേശം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഏരിയ ഉള്ളൂ. അപ്പം ചെറിയൊരു ഏരിയ ഉള്ളെങ്കിലും വീടിന് മെയിനായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണത്. നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ബീഡിങ്ങും കൂടി റബ്ബർ ബീഡിങ്ങും കൂടി ഇട്ടാൽ മതി. ഏകദേശം ഇട്ട് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടുമാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് വിജയം. അപ്പം അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം നമ്മുടെ വർക്ക് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ്, സെൻട്രൽ ഹാളിൽ നിന്ന് ഡൈനിങ് ഏരിയ എന്നുള്ള വ്യൂ ആണ്. കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പരമാവധി എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് കുറവാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമ്മുടെ ഇതുപോലെയുള്ള വർക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം അതുപോലെയുള്ള വീഡിയോ കാണാൻ വേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെക്കുക. ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടിയും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്.